ടി പത്മനാഭൻ എന്ന പപ്പേട്ടൻ. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. കണ്ണൂരിൽ വരുമ്പോഴെല്ലാം സമയമുണ്ടാക്കി പപ്പേട്ടനെ കാണാറുണ്ട്. അഥവാ എപ്പോഴെങ്കിലും കാണാൻ കഴിയാതെ പോയാൽ ഫോണിൽ പപ്പേട്ടനുമായിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കുറേ സമയം സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയെക്കുറിച്ചുമൊക്കെ പപ്പേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. പപ്പേട്ടനെ കാണുന്നതും അദ്ദേഹവുമായി സംസാരിക്കുന്നതും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുതിയൊരു ഊർജം ലഭിക്കുന്ന അനുഭവമാണ്. ആ അർത്ഥത്തിലാണ് പപ്പേട്ടനെ ഇവിടെ വന്ന് കണ്ടത്. നിങ്ങളെയും കാണാൻ കഴിഞ്ഞൊരു സന്തോഷം. പഴംപ്രഥമൻ എന്നാണ് സ്വീകരിച്ചത്. നമ്മുടെ രാജ്യസഭാംഗം ശിവദാസൻ ഈ മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവ കൃഷി നടത്തി വിളയിച്ച പഴമാണ് പപ്പേട്ടന് കൊടുത്തത്. അത് ഇപ്പോൾ CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഒക്കെ പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പ് നാട്ടിലായിരുന്നപ്പോൾ രാഗേഷും ഇതുപോലെ ജൈവകൃഷി നടത്തി കിട്ടുന്ന തക്കാളിയും മറ്റ് വിളകളും പച്ചക്കറികളൊക്കെ പപ്പേട്ടന് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടോയെന്ന് സംശയമുണ്ട്. ഒരു കുഞ്ഞിക്കണ്ണേട്ടനുണ്ട്, AP കുഞ്ഞിക്കണ്ണൻ, മാഹിയിലെ മലയാള കലാഗ്രാമമൊക്കെ നിർമ്മിച്ച് നൽകിയ വ്യക്തി. അദ്ദേഹം ചെന്നൈയിലുള്ള ആളാണ്. ഇത് മരിച്ചുപോയി. അദ്ദേഹം ഇതുപോലെ ജൈവകൃഷി നടത്തി നെല്ല് വിളയിക്കുന്നുണ്ട്. അതിൻ്റെ പങ്ക് പപ്പേട്ടന് കൊടുത്തേക്കും. മാന്തോപ്പുണ്ട്, അവിടെയും ജൈവ കൃഷിയാണ്. അത് ഒരു പെട്ടി മാങ്ങ അദ്ദേഹമുള്ള പപ്പേട്ടന് കിട്ടുമായിരുന്നു, എനിക്കും ഒരു പെട്ടി കിട്ടുമായിരുന്നു. അപ്പം ഇങ്ങനെ കാർഷിക മേഖലയിൽ ഈ അമിതമായ രാസവള പ്രയോഗത്തിൻ്റെ എല്ലാം പ്രശ്നങ്ങൾക്കെതിരെ ജൈവകൃഷി പിന്തുടരുന്ന ഒരുപാട് പേര് പപ്പേട്ടൻ്റെ കഥയുടെയും സാഹിത്യത്തിൻ്റെയും ആരാധകരാണ്. അപ്പോൾ പപ്പേട്ടൻ എങ്ങനെ ആരുടെയെങ്കിലും അടുത്ത് നിന്നെങ്കിലും കിട്ടിയാൽ ആ ഒരു എന്നെ വിളിച്ച് പറയും ഇങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവരോട് ഞാൻ വിളിച്ച് ചോദിക്കും, പപ്പേട്ടന് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ എന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഉള്ള കാര്യങ്ങൾ പങ്കിട്ട് എടുക്കാറുണ്ട്. വളരെ നല്ല ഒരു പഴപ്പായസമാണ് പപ്പേട്ടന് വേണ്ടി രാമചന്ദ്രൻ്റെ മേൽനോട്ടത്തിൽ പത്മാവതി ചേച്ചി എന്ന് വിളി ആണോ അനിയത്തി എന്നാണോ വിളിക്കേണ്ടത് എനിക്ക് അറിയില്ല, സഹോദരി എന്ന് പറയാം, അവർ തയ്യാറാക്കി തന്നത്. അതും കഴിച്ചു. അപ്പോൾ അതിൻ്റെ മധുരവും പപ്പേട്ടൻ്റെ സ്നേഹത്തിൻ്റെ സൗരഭ്യവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പറയുന്നത്. ഓക്കെ. അല്ല, പൊതുവിലുള്ള ഇന്ത്യയിലെ സ്ഥിതി, ഇപ്പോഴത്തെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ, അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹം പറഞ്ഞു. ശരി, അപ്പോൾ വളരെ സന്തോഷം.